നിലമ്പൂരിലെ ചീട്ട് അൻവറിന്റെ കയ്യിലാണെന്ന വിചാരം പ്രചരിപ്പിച്ചുള്ള പ്രവൃത്തികൾ തുടർന്നു വരികയാണ് അൻവർ. നിലവിൽ തൃണമൂൽ കോൺഗ്രസിനെ UDFിലേക്ക് എത്തിക്കാൻ സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുകയാണ് അൻവർ. തൃണമൂൽ ഇല്ലാതെ UDFിലേക്ക് ഇല്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അൻവർ. താൻ ഒറ്റയ്ക്ക് UDFുമായി സഹകരിക്കില്ലെന്നും TMCയെ മുന്നണിയുടെ ഭാഗമാക്കണമെന്നുമാണ് തൃണമൂൽ കോൺഗ്രസ് മലപ്പുറം കോർഡിനേറ്റർ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്നത്. PV അൻവർ UDFുമായി സഹകരിക്കാമെന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ടെന്നും മുന്നണിയിൽ പ്രവേശിക്കുന്ന കാര്യത്തിൽ വിശദമായ ചർച്ചകൾ വേണമെന്നുമാണ് നിലമ്പൂർ മണ്ഡലത്തിന്റെ ചുമതലയുള്ള AP അനിൽകുമാറിന്റെ വിശദീകരണം. ഓരോ ദിവസവും ഇത്തരത്തിലുള്ള നിബന്ധനകളുമായാണ് അൻവർ എത്തുന്നത്. നിലവിൽ അൻവറിന്റെ ഇത്തരം പരാമർശങ്ങൾ കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസ് ദേശീയ പാർട്ടിയാണെന്നിരിക്കെ ആ പാർട്ടിയെ UDFിന്റെ ഘടകകക്ഷിയാക്കിയെടുക്കാൻ കോൺഗ്രസിനകത്തും UDF നേതാക്കളുമായും ചർച്ച വേണമെന്നും അതിനുശേഷം മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയൂവെന്നുമാണ് AP അനിൽകുമാർ പറയുന്നത്. വരുന്ന 23-ന് അൻവറുമായുള്ള ഒരു ചർച്ചയിൽ തീരുമാനമായില്ലെങ്കിൽ അൻവർ സ്വന്തം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അൻവറിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം UDFിനെ ബാധിക്കുന്നതിനാൽ അൻവറിനെ അനുനയിപ്പിച്ച് ഒപ്പം നിർത്താനുള്ള ചർച്ചകളും UDFിൽ നടക്കുന്നുണ്ട്.